ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് സാധാരണ നമ്മുടെ വനത്തിൽ കാണുന്ന ഒരു കിഴങ്ങുണ്ട്. നൂറോൻ കിഴങ്ങെന്നാണ് അത് അറിയപ്പെടുന്നത്. ആ കിഴങ്ങ് ഇവിടെ ഒരെണ്ണം നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് മാന്തി ഈ കിഴങ്ങ് സാധാരണ ഇത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈടിന്റെ അവിടുന്ന് താഴേക്കാണ് ഈ കിഴങ്ങ് പോകുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് താഴേക്ക് ഇങ്ങനെ ഒത്തിരി അങ്ങോട്ട് ഈ കിഴങ്ങ് ഇറങ്ങിപ്പോകും. ഇത് കണ്ടോ, ഈ കിഴങ്ങ് നമ്മൾ മാന്തി ഇത്രയും മാന്തി എടുത്തു. ഇനി ഈ കിഴങ്ങിനെ നമ്മൾ ഇങ്ങോട്ട് പുറത്തെടുക്കാൻ പോവാ. ഈ കിഴങ്ങ് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് എൻ്റെ ഒരു സുഹൃത്താണ് ഇതെനിക്ക് കണ്ടുപിടിച്ച് തന്നത്. അപ്പൊ ഞാൻ പുള്ളിക്കാരിയോട് നമുക്ക് ചോദിക്കാം ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ കിഴങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് പണ്ട് കാരണവന്മാരൊക്കെ പണ്ട് കാലങ്ങളിൽ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കിഴങ്ങാണ്. ഇതിന് ഒരുപാട് പോഷക സമൃദ്ധമായതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ഇതൊക്കെ കഴിച്ച് ജീവിച്ചവർക്ക് ഇന്ന് ഷുഗറോ പ്രഷറോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് അവരൊക്കെ ജീവിക്കുന്നത്. ഇന്നത്തെ രീതിയിലല്ല ഇതിന് വളരും. ഇതിന്റെ കല്ലെന്തെങ്കിലും തടയുന്നുണ്ടെങ്കിൽ അതങ്ങനെ തിരിഞ്ഞ് വളരും ചെയ്യുന്നത്. നല്ല ഒത്തിരി ഗുണമുള്ളൊരു കിഴങ്ങാണിത്. ഇത്രയൊക്കെ ഞങ്ങൾക്ക് ഈ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. എന്തായാലും നല്ല ടേസ്റ്റിയാണിത്. മുള്ളൻകിഴങ്ങിന്റെ മാതിരി ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പൊ നമുക്ക് ഈ കിഴങ്ങിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഈ കിഴങ്ങ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളിത് മുഴുവനും ഇങ്ങ് എടുക്കാൻ പോവാണ്. ഇത് പറിക്കണത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒടിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? ഒടിഞ്ഞു പോയിട്ടുണ്ട്. സാധാരണ ഈ കിഴങ്ങ് നീളനെ താഴേക്ക് ഇറങ്ങി പോവുക ചെയ്യണേ. കണ്ടോ, ഇതാണ്. ശരിക്കും കാച്ചിലിന്റെ ഒരു രീതി പോലെ നമുക്ക് തോന്നിക്കും. ഇതിന്റെ തണ്ട് നമുക്ക് ഇനി കുഴിച്ചിടുവാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമുക്കിത് വീണ്ടും കുഴിച്ചിടാൻ പറ്റും. അത് മണ്ണിനടിയിലേക്ക് കുറെ ആഴത്തിലേക്ക് അങ്ങ് പോയിട്ടുണ്ട്. ഇനി മണ്ണിനടിയിലുള്ളതും മാന്തി എടുക്കണം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ സംഭവം ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.